So according to the working phase of phase contrast microscopy, നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ രണ്ട് ടൈപ്പ് ലൈറ്റ് റേസ് സ്പെസിമെനിൽ വന്ന് വീഴുന്നുണ്ട്. ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയതും പിന്നെ ഒന്ന് ഡിഫ്രാക്റ്റഡ്. അതായത് രണ്ട് ടൈപ്പ്. ഒരു ടൈപ്പ് ലൈറ്റ് റേസ് ഇറ്റ് ഡയറക്ട്ലി പാസസ് ത്രൂ കണ്ടൻസർ ലെൻസ്. അനദർ ടൈപ്പ് ഓഫ് ലൈറ്റ് റേസ് വിച്ച് ആർ വെരി മച്ച് ഡീവിയേറ്റഡ്. അപ്പോൾ ഈ കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് വിച്ച് മൂവ്സ് ത്രൂ ദ phase ring of the face plate. It has more wavelength. അതിൻ്റെ വേവ് സ്പീഡാണ്. അത് പെട്ടെന്ന് തന്നെ ഫേസ് പ്ലേറ്റിൻ്റെ ഫേസ് റിങ് വഴി പാസ് ചെയ്ത് ഇമേജ് പ്ലെയിനിലെത്തും. എന്നാലോ അൺഡീവിയേറ്റഡ്, അതായത് ഈ കണ്ടൻസറിൽ പാസ് ചെയ്യാതെ പോയിട്ടുള്ള ലൈറ്റ് റേസ് ഉണ്ട്. പിക്ചറിൽ ഞാൻ കാണിക്കാം. കണ്ടൻസറിലൂടെ പാസ് ചെയ്യാത്ത ലൈറ്റ് റേസ് ഉണ്ട്, അതായത് വളരെയധികം ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള ലൈറ്റ് റേസ്. ദേ ഓൾസോ മൂവ്സ് ത്രൂ ദ ഫേസ് പ്ലേറ്റ് ബട്ട് ദേ മിസ്സസ് ദ ഫേസ് റിംഗ്. അപ്പോൾ ഈ കണ്ടൻസറിൽ പാസ് ചെയ്യാത്ത ലൈറ്റ് റേസ്, അതായത് വളരെയധികം ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള ലൈറ്റ് റേ, ഇറ്റ് പാസസ് ത്രൂ ദ ഫേസ് പ്ലേറ്റ്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഇറ്റ് മിസ്സസ് ദ ഫേസ് റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ their wavelength is retarded 1/4. അവരുടെ വേവ് ലെങ്ത് 1/4 ആയിട്ട് റിട്ടാർഡ് ചെയ്യും. എന്നാലോ ഫേസ് റിങ് വഴി പാസ് ചെയ്ത് പോയ ലൈറ്റ് റേയുടെ വേവ് ലെങ്ത് ഇറ്റ് ഈസ് എൻഹാൻസ്ഡ് 1/4. അപ്പോൾ ഇമേജ് പ്ലെയിനിൽ പെട്ടെന്ന് എത്തുന്നത് ഈ ലൈറ്റ് റേ ആണ്. അതായത് കണ്ടൻസറിലൂടെ പാസ് ചെയ്ത ലൈറ്റ് റേ ആണ് പെട്ടെന്ന് എത്തുന്നത്. ഈ ഡീവിയേറ്റഡ്, അതായത് അൺറിട്ടാർഡഡ് ലൈറ്റ് റേ എന്ന് പറയുന്ന ലൈറ്റ് റേ, it reaches the image plane very slowly compared to this light that passed through the condenser lens. അപ്പോൾ അതുകൊണ്ട് because of the difference in the wavelength it may create a phase contrast. അതുകൊണ്ടാണ് കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റ് ആയിട്ട് വന്ന ലൈറ്റ് റേസ് they have less contrast compared to those light rays which ഫാസ്റ്റ്ലി റീച്ച് ദ ഇമേജ് പ്ലെയിൻ. ഇമേജ് പ്ലെയിനിൽ ആദ്യം എത്തിയതും ഇമേജ് പ്ലെയിനിൽ ലേറ്റ് ആയിട്ട് എത്തിയ രണ്ട് ലൈറ്റ് റേസും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ദിസ് മേ ക്രിയേറ്റഡ് ആൻ ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് മേ കോസസ് ദ ചേഞ്ചസ് ഇൻ ദ ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഇമേജ് നമുക്ക് കിട്ടുന്നതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കാണുന്നത്. ഒരു സൈഡ് ബ്രൈറ്റും മറ്റേ സൈഡ് കുറച്ചും കൂടി ബ്ലറായിട്ട്. അതാണ് കോൺട്രാസ്റ്റ്. അങ്ങനെയാണ് നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് കിട്ടുന്നത്. ഇതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നൗ നെക്സ്റ്റ് ഈസ് പാർട്സ് ഓഫ് ദ ഫേസ് കോൺട്രാസ്റ്റ്. ഇതിൽ മെയിൻ ആയിട്ട് 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് എക്സ്ട്രാ വരുന്നത്. ഒന്ന് annular face plate, another one annular diaphragm. Annular diaphragm, it is located below the condenser and it is a circular disc having circular annular groove. And light rays are allowed to pass through this annular groove. And through the annular groove of the annular diaphragm, light rays fall onto the specimen. Okay. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫേസ് പ്ലേറ്റ്. ഫേസ് പ്ലേറ്റ്, it is either a negative face plate having thick circular area or a positive face plate having thin circular groove. This thick or thin area in the face plate is called conjugate area. So the face plate is a transparent disc. With the help of annular diaphragm and the face plate, phase contrast is obtained. അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഇമേജിന് ഒരു ഡിഫറൻസ് ഇൻ കോൺട്രാസ്റ്റ്, അതായത് ഫേസ് കോൺട്രാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് ഓഫ് ദ 2 ലൈറ്റ് റേസ് വിച്ച് റീച്ചസ് ഏർലി ഇൻ ദ ഇമേജ് പ്ലെയിൻ ആൻഡ് ദോസ് റീച്ചസ് late in the image plane which misses the phase ring. Okay, and this is obtained by separating direct rays. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫേസ് പ്ലേറ്റും annular diaphragm ഉള്ളത് കൊണ്ടാണ് ഡയറക്റ്റ് റേസും ഡിഫ്രാക്റ്റഡ് റേസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് നമ്മൾ. അപ്പോൾ ഡയറക്റ്റ് റേസ് പാസ് ത്രൂ ദ annular groove whereas diffracted light rays pass through the region outside the groove. Depending upon the refractive index of the different cell components, the object to be studied shows a different degree of contrast in this microscope.
So this is the image which is produced by the phase contrast microscopy. Now applications. This already first slide parnadana, which are used to observe the transparent specimens. Now coming to the advantage, living cells can be observed in their natural state without previous fixation or labeling. It makes highly transparent object more visible, and no special preparation of fixation or staining is needed to study an object under phase contrast microscopy, so it saves a lot of time. It helps in examining intracellular components of the living cells at a relatively high resolution. Example, dynamic motility of mitochondria, mitotic chromosomes and vacuole. Then it helps the biologist to study the living cells and how they proliferate through cell division. Phase contrast optical components can be added to virtually any bright field microscope, provided specialized phase objective conforms to the tube length parameters, etc. Now coming to the limitations. Phase contrast condensers and objective lenses, they add considerable cost to the microscope, so it is not used in teaching labs, perhaps in the classes in the health professions. Except to use phase contrast, the light must be aligned, and also generally more light is needed for the phase contrast than for the corresponding bright field viewing, since the technique is based on the diminishment of the brightness of most objects. So that's all about limitations. So in the next session we can discuss about fluorescent microscopy. Thank you all.